ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനുള്ളത് ആലപ്പുഴയിൽ SM സിൽക്സിലാണ് കേട്ടോ. ആലപ്പുഴയിലെ മുല്ലക്കല്ലിലെ SM എല്ലാം പുതുക്കി പണിഞ്ഞ് പുതിയ രീതിയിലും പുതിയ സെറ്റപ്പിലും പുതിയ തരത്തിലുമുള്ള ഷോറൂമിൻ്റെ അതിവിശാലമായ ഒരു സങ്കരം എന്ന് പറയാം. SM സാധാരണ നമ്മൾ ആദ്യം താഴോട്ടാണ് പോയിക്കൊണ്ട് ഇറങ്ങിയില്ലേ. ഇപ്പോൾ പടികളൊക്കെ മേലോട്ടാക്കിയിട്ട് റോഡിൽ നിന്നെല്ലാം മേലോട്ട് കയറി വരുന്ന രീതിയിലാണ്. അത് കയറി കഴിഞ്ഞപ്പോൾ പഴയതിൽ നിന്നും അതിവ്യത്യസ്തമായ നല്ല ലൈറ്റിങ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും പിന്നെ കുറേ സെറ്റുകളും നല്ല എന്താ പറയുക, ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. 3 നിലയിലായിട്ട് 3 സെഷൻ, കുട്ടികളുടേതും വലിയവരുടേത്, ലേഡീസിൻ്റെത്, അങ്ങനെ ഓരോരോ സെഷനിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ട്. അപ്പൂസ് ഇവിടെ ഇന്ന് ഇങ്ങനെ അവനൊരു പാൻ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവന് ജസ്റ്റ് ഒരു വിസിറ്റിങ്ങിന് വന്നെന്ന് വേണേൽ പറയാം. ഇവിടെ നിന്ന് കാണാം. അപ്പോൾ ആ കൂട്ടത്തിൽ അവനക്കൊരു പാൻ്റ് എടുക്കണം. പാൻ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പൂസ്. അപ്പോൾ ഇതുണ്ട്, ഇത് നമ്മുടെ കുട്ടികളുടെയും വലിയവരുമായ പാൻറ്റിൻ്റെ ജീൻസിൻ്റെയൊക്കെ സെഷനാണ്. കുറച്ച് നല്ല ഏരിയ ഉണ്ട് കേട്ടോ. നമുക്കവിടെ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയുണ്ട്. പഴയതുപോലെയല്ല, നമുക്ക് വിശാലതയാണ്. നമുക്ക് അത്യാവശ്യം വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ ഞാനവിടെ കറങ്ങി നടന്ന ആ സമയം കൊണ്ട് അവർ അവർ താത്തായും മോനും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ പോയിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നല്ല രസം തോന്നി. അങ്ങനെ എടുത്ത വീഡിയോസാണ്. നിങ്ങൾക്കും കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അയക്കുക. പിന്നെ സബ് മറക്കരുത്. അങ്ങനെ നമ്മുടെ ആലപ്പുഴയിലെ അതിപുരാതനമായ ഒരു കട തന്നെ പറയാം. പുരാതനം എന്ന് പറയുമ്പം നമ്മൾക്കൊക്കെ ഓർമ്മയുള്ള നാളെ തൊട്ട് അവിടെ ഉണ്ടെന്ന് തോന്നി കടകൾ കേട്ടോ. അത്യാവശ്യം പിന്നെ എല്ലാവരും ഇപ്പോൾ ഏകദേശം ആലപ്പുഴയിലെ ചുറ്റളവിലുള്ളവരും കുറച്ച് അമ്പലപ്പുഴ അവിടെ നിന്നുള്ള ആൾക്കാർ, പിന്നെ എന്താ പറയുക, അത്യാവശ്യത്തിന് ഇപ്പോൾ ദൂരെ നിന്ന് പോലും ആൾക്കാർ വന്ന് ഇവിടെ വരുന്നത്. ഇവിടെ സെലക്ഷനാണ്, നല്ല സെലക്ഷനാണ്. പിന്നെ അത്യാവശ്യം വിലയൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു വലിയ റേറ്റ് അല്ലാത്ത രീതിയിലുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം എന്ന് തന്നെ പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനവും നല്ല ഐറ്റംസും ഉണ്ട്. വില അതനുസരിച്ച് ഇപ്പം നല്ല നല്ല ഒന്നും കൂടെ അവർ ക്വാളിറ്റിയിൽ ഒന്നും കൂടെ അവർ വണ്ടർഫുൾ ആയതുപോലെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല കേട്ടോ, സൂപ്പറാണ്. നമുക്ക് അതിൽ ഇങ്ങനെ കറങ്ങി നടക്കാനും അവിടെ കുട്ടികൾക്കൊക്കെ എന്താ ഇഷ്ടാനുസരണം വിശാലതയുള്ളത് കൊണ്ട് തിങ്ങി. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഇടുങ്ങിയതുപോലെ ഒന്നും തന്നെ. ഇപ്പം അതിലിപ്പോൾ കസവിൻ്റെയൊക്കെ ഒരു സെറ്റാണ് ഇവിടെ കേട്ടോ. കസവ് മുണ്ടുകളൊക്കെ ഓണമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ് ആൾക്കാർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾക്കാർ ക്യൂ നിൽക്കുന്ന അവിടെ എന്തിനറിയോ, എല്ലാ നിലയിലും ആൾക്കാർ വന്നിട്ട് ബില്ലടിക്കാൻ വേണ്ടി അവരെടുക്കുന്ന സാധനം അവിടെ തന്നെ ബില്ലടിക്കാനുള്ള സൗകര്യം അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് 3 ഫ്ലോറിലും ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് താഴെ ചെല്ലുമ്പോൾ അത്രയ്ക്ക് വലിയ ക്യൂ നമുക്ക് അനുഭവപ്പെടുത്തില്ല. എല്ലാവരും അവിടെ എടുക്കുന്നവർ അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും അവർ സെറ്റ് ചെയ്ത് അങ്ങനെയാണ്. അവർ കുറച്ച് വിശാലമായി എല്ലാം ചെയ്തിരിക്കുന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പല ഒരു SM അല്ല, ആ SMൻ്റെയൊക്കെ മുഖച്ഛായൊക്കെ മാറിയിട്ടുണ്ട് അവിടെ. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ വേറെ ഏത് കടയിലൊക്കെ കയറിയെന്നൊക്കെ തോന്നും. നല്ല സൂപ്പറാണ് കേട്ടോ. SM ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം SM എന്ന് പറയുന്നൊരു വലിയ കാര്യം. എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആൾക്കാർ ഓടിക്കൂടി SM. പിന്നെ വേറെ ഇഷ്ടംപോലെ ഷോറൂമുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർ എന്നാലും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു എത്തുന്നത് SMലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ മറ്റ് കടകളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നമ്മൾ തരാം. ഇതിപ്പോൾ ഒരു ഓണത്തിൻ്റെ തുടക്കം ആകുന്നതല്ലേ ഉള്ളൂ. ഇനി കുറച്ചിങ്ങനെ ദിവസങ്ങൾ പോകെ ഇവിടെ ജനനിബിഡമാവും. ഷർട്ടുകളൊക്കെ ഉണ്ട്. സൂപ്പർ ഷർട്ടിൻ്റെ ആ ഒരു സെലക്ഷൻ ഞങ്ങൾ ചെന്നിരുന്നു. സൂപ്പറാണ് കേട്ടോ. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഷർട്ടിലൊക്കെ നമ്മൾ നോക്കി നിന്നിട്ട് എന്തെടുക്കണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി നിന്നു. അതേ രീതിയിൽ വെറൈറ്റി ഐറ്റംസുകളൊക്കെയാണ്. അപ്പോൾ നല്ല ദൂരെ നോക്കി കാണാൻ വേണ്ടി തന്നെ ഉണ്ട് ആൾക്കാർ. അതിനുവേണ്ടി വരുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ല രസമായൊരു കാഴ്ചയായിരുന്നു ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത്. ഒരു കുട്ടി കണ്ടു, അപ്പോൾ നല്ല തുണിയൊക്കെ വാങ്ങിച്ച് അവരുടെ അച്ഛൻ കൊണ്ട് കൊടുത്തിട്ട് അതിങ്ങനെ നോക്കുന്നു. അപ്പം എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അതിൻ്റെ ഒരു വീഡിയോസ് എടുത്തേക്കാന്ന്. അവിടെ തുണി, ആ കുഞ്ഞുടുപ്പ് കൈ വെച്ചിട്ട് ആട്ടിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ അങ്ങനെ കളിച്ചും രസിച്ചും ഉല്ലസിച്ച് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കറങ്ങി നടക്കുക. AC അല്ലേ. അപ്പോൾ അതുമല്ല ഇങ്ങനെ ഉണ്ടാകും ഇത് അടുത്ത നമ്മൾ സെഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ കുറച്ചൊരു കൂട്ടമുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ 2, 3, 4 ഇത് എൻ്റെ ഔട്ട് സൈഡാണ് കേട്ടോ. അതിൻ്റെ ഫ്ലോറിൻ്റെ ഞാൻ വെളിയിൽ ഇറങ്ങി വന്നുള്ള വിഷ്വലാണ് കാണുന്നത്. അത് മുല്ലക്കൽ തെരുവ്.
ഇതാണ് എൻ്റെ ഫ്രണ്ട്. SM-ൻ്റെ ഫ്രണ്ട് ഏജാണ് ഇത് കേട്ടോ. ആ പഴയ മോഡലിങ്ങൊക്കെ മാറ്റി പുതിയ സെറ്റപ്പിലേക്കൊക്കെ ആക്കിയിരിക്കുന്നത്, മുകളിലേക്ക് കയറി പോന്നിട്ട്. അപ്പം ആ മുല്ലക്കൽ, ആലപ്പുഴ മുല്ലക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. മുല്ലക്കൽ ചെറുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം മുല്ലക്കൽ ഇപ്പം ഇവിടെ ഒരു 4 മണി, ഇപ്പം ഞങ്ങൾ ഇറങ്ങുമ്പം 5:30 6 മണിയായി കേട്ടോ. 6 മണി കഴിഞ്ഞ് ആ സമയത്തുള്ളൊരു വിഷ്വലാണ്. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനും അതും കൂടെ താരതമ്യം ചെയ്ത് നോക്കാം. ഇവിടെ ഇതിനേക്കാളും ആൾക്കാർ ഇനി ഇങ്ങോട്ട് കൂടാൻ പോകുന്ന സമയങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ ചങ്കുകൾക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.